ശനി നിൽക്കുകയാണ് സ്വക്ഷേത്രനായിട്ട്, താമസ റെയിൽവേയുടെ അടുത്തായിരിക്കും വീട്, അല്ലെങ്കിൽ സമാധി ക്ഷേത്രത്തിന്റെ അടുത്തായിരിക്കും. ആ ഗ്രഹത്തിന്റെ സ്വഭാവം വെച്ചാണ് പറയുന്നത്. 4 ചന്ദ്രൻ, വീട്ടിന്റെ പുറക് വശം ഒരു വലിയ കുളം കിടപ്പുണ്ടോ, അല്ലെങ്കിൽ ഏല വയല് വാഴത്തോട്ടം ഉണ്ടോ, അവർ പറയും ഉണ്ട്. ജലസാന്നിധ്യം. രാശികൾ, ഇതിനെപ്പറ്റി സംസാരിക്കാൻ പ്രസിദ്ധ ജ്യോതിഷനായ ശ്രീ ആറ്റുകാൽ മുത്തുകുമാർ സാർ നമ്മളോടൊപ്പം ഉണ്ട്. നമസ്കാരം സാർ. ABC മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ രാശികൾ 12 രാശികളാണ്. അതിൽ ജലരാശി, ആകാശരാശി, അഗ്നിരാശി, പിന്നെ ഒരു രാശി നീലരാശി. അപ്പോൾ ഇവയൊക്കെ മനുഷ്യന്റെ നിത്യജീവിതത്തിന് എത്രത്തോളം സ്വാധീനിക്കും? തീർച്ചയായിട്ടും സ്വാധീനിക്കും. ഇപ്പം ചിലർ പറയുന്നില്ല എനിക്ക് പുറത്തു പോകാൻ യോഗമുണ്ടോ, UK US പോലെ പോകാനുള്ള യോഗമുണ്ടോ, അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിൽ പോകാനുള്ള യോഗമുണ്ടോ. അപ്പം നമുക്കിതിൽ ഈ ഗ്രഹനിലയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പം നമുക്കിത് 12 രാശികൾ, മേടം മുതൽ മീനം വരെ 12 രാശിയാണ്. അതിൽ മേടം രാശി മുതൽ 4 രാശി, അത് മേടം, ഇടവം, മിഥുനം, കർക്കടകം. ഈ 4 രാശി നമുക്ക് ഈ 4 രാശിയിൽ വരും. ഏത്? അഗ്നിരാശി, നിലരാശി, ആകായരാശി, ജലരാശി. അപ്പം മേടം എന്ന് പറയുന്നത് അഗ്നിരാശിയാണ്, അഗ്നിരാശി. ഇടവം എന്ന് പറയുന്നത് നിലരാശി, മിഥുനം എന്ന് പറയുന്നത് ആകായരാശി, കർക്കടകം ജലരാശി. അത് ചന്ദ്രന്റെ വീടായ സ്വക്ഷേത്രനായ ചന്ദ്രൻ സ്വക്ഷേത്രനാവുന്ന രാശിയാണ് കർക്കടക രാശി, അത് ജലരാശി. അത് കഴിഞ്ഞ് വരുന്ന സൂര്യന്റെ രാശിയായ, അതിപ്പോ സൂര്യനെ അറിയാമല്ലോ, തീഗോളാണല്ലോ, അഗ്നിരാശി, കന്നി വന്ന് നിലരാശി, തുലാം വന്ന് ആകായരാശി, വൃശ്ചികം നമ്മൾ കീടകരാശി എന്ന് പറയും, ജലരാശി. അതുപോലെ ധനു, മകരം, കുംഭം, മീനം. ആഗ്നേയരാശി, നിലരാശി, ആകായരാശി, ജലരാശി. അപ്പൊ മീനം മീനിന്റെ ചിഹ്നമാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഈ 3 രാശി, അതായത് കർക്കടകം, മീനം, വൃശ്ചികം, ഇത് വന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ജലരാശിയാണെന്നുള്ളതിന്റെ തെളിവ്. കർക്കടകം ചന്ദ്രന്റെ വീടാണ്, ജലമൊന്നും അറിയാം. ഇപ്പൊ നമുക്ക് വേലിയേറ്റം വേലിയിറക്കം ചന്ദ്രനെ ആസ്പദമാക്കിയാണ് നമ്മൾ അത് കണ്ടുപിടിക്കുന്നത് കടലിൽ. അപ്പൊ അത് ഓക്കെ. വൃശ്ചികരാശി എന്ന് പറഞ്ഞാൽ കീടകരാശിയാണ്. അപ്പൊ കീടകരാശി നമ്മൾ ഉദ്ദേശിക്കുന്നത് തവള, പാമ്പ്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ജീവരാശികൾ തങ്ങുന്ന ഒരു സ്ഥലം. തവള എവിടെ തങ്ങും? ജലരാശിയിലല്ലേ തങ്ങും. അതുപോലെ മീനം, മീൻ ചിഹ്നമാണ്, മീനും കടലിലാണ്. അപ്പൊ അത് ജലരാശി എന്ന് പറയും. അപ്പം കൂടുതൽ ചോദ്യം വരുന്നത്, ഇപ്പൊ ഒരു വ്യക്തി ചോദിക്കുകയാണ്, സാറേ എനിക്ക് പുറത്തു പോകാനുള്ള യോഗമുണ്ടോ? അപ്പൊ ഞങ്ങൾ ആദ്യം നോക്കുന്നത് ജലരാശിയിൽ ഗ്രഹമുണ്ടോ. കർക്കടകം, വൃശ്ചികം, മീനത്തിൽ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ടോ. ഇതിന് ഞങ്ങൾ തമിഴ് ഗ്രന്ഥപ്പടി മകരം ഉൾപ്പെടുത്തും. എന്നുവെച്ചാൽ മകരരാശി നമുക്ക് നിലരാശി ആണെങ്കിലും മകര മത്സ്യം അതിൽ വരുന്നുണ്ട്. അപ്പൊ അത് കുറച്ച് ദൂരം കുറയും. അങ്ങനെ ഒരു കണക്ക് നോക്കും. അപ്പൊ 3-ാം സാധ്യതയുണ്ട്. ഇതിപ്പോ എങ്ങനെ പറയുന്ന വെച്ചാൽ 3-ാം ഭാവം കുറച്ച് അടുത്ത്, 6-ാം ഭാവം കുറച്ച് ദൂരം, 9-ാം ഭാവം അതിനേക്കാൾ ദൂരം, 12-ാം ഭാവം അതിനേക്കാൾ ദൂരം. അപ്പൊ ഞങ്ങൾ നോക്കുന്നത് 3, 6, 9, 12-ൽ ജലരാശി ആവുക, അവിടെ ജലസംബന്ധമായിട്ടുള്ള ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുക. അപ്പൊ എങ്ങനെ പറയാം? ജലത്തിന്റെ അധിപനായ ചന്ദ്രൻ ജലത്തിന്റെ അധിപനാണ്. ആ ഇത് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് പുറത്തുപോയി ജോലി, സമ്പാദ്യം, അവിടുത്തെ സമ്പാദ്യം കൊണ്ടുവരാനുള്ള യോഗം. അതായത് മീനത്തിൽ ശുക്രൻ ഉച്ചഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതും ലക്ഷറി ഗ്രഹമാണ് ശുക്രൻ. അപ്പൊ അവര് പോകുന്ന രാജ്യം എന്ന് പറയുന്നത് ഗൾഫ് കൺട്രീസ് ആവില്ല, അത് വന്ന് UK USA യൂറോപ്യൻ ലക്ഷറി ജീവിതമല്ല ജീവിക്കേണ്ടത്, ചൂട് രാജ്യമല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഗൾഫ് കൺട്രീസ് ഒക്കെ ചൂട് രാജ്യങ്ങളാണ്. മറ്റുള്ള കൺട്രീസ് പോയി കഴിഞ്ഞാൽ അവർക്ക് സുഖം ലോലമായിട്ട് ജീവിക്കാം, സർവ്വ സ്വാതന്ത്ര്യമാണ്. അപ്പൊ ഈ ജലരാശി പ്രധാനം. അപ്പം ഗൾഫ് കൺട്രീസിൽ പോകാനുള്ള യോഗം ഇല്ലാത്ത ജാതകം, എല്ലാ ഗ്രഹങ്ങളും നിലരാശിയിൽ സ്ഥിതി ചെയ്യുക. നിലം എന്ന് പറയുന്നത് സ്വദേശം. ചിലവർ ചോദിക്കുമ്പോൾ പറയും ഫ്ലൈറ്റിൽ പോയിട്ടുണ്ടാ? 65 വയസ്സായി പോയിട്ടേ ഇല്ല. കപ്പലിൽ പോയിട്ടുണ്ടാ? ഇല്ല. ഗൾഫ് രാജ്യങ്ങൾ പോയിട്ടേ ഇല്ല. അത് എന്താണ് സ്ഥിതി? അത് അപൂർവമല്ലേ? അപ്പൊ അത് നമുക്ക് നോക്കുമ്പോൾ ആ ഗ്രഹനിലയിൽ എല്ലാ ഗ്രഹങ്ങളും നിലരാശിയിലായിരിക്കും. ആ ജലരാശിയുടെ ഒരു അനുഭവം അവർക്ക് കിട്ടില്ല. ആഗ്നേയരാശി പറയാം. ആഗ്നേയരാശി പറയുന്നത് ഗൾഫ് വരാം, ചൂട്, സൗദി.
ചൂട് ഗ്രഹം നിൽക്കുന്ന 12-ാം ഭാവം വന്നു കഴിഞ്ഞാൽ അവർക്ക് 6-ാം ഭാവം വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഉള്ള കൺട്രി അവിടെ നിന്ന് ജോലി ചെയ്യാം. അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാവും. ഇത് ഗ്രഹനിലയിൽ നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ നിലരാശി പറഞ്ഞ ആദായ രാശി പറയുകയാണെങ്കിൽ ഇവരിൽ കൂടുതൽ കർമ്മ മേഖല ഫ്ലൈറ്റ് പൈലറ്റുമാരായിരിക്കും ജോലി. ആദായ രാശി അല്ലെങ്കിൽ വിസിറ്റിംഗ് കമ്പനി സിഇഒ പല രാജ്യങ്ങളും സന്ദർശിക്കുന്നത് ആദായ രാശി അവർക്ക് എപ്പോഴും യാത്രയായിരിക്കും. നിലവും അല്ല ജലവും അല്ല ആകായം. അപ്പൊ സിഇഒ ഇന്നതാ അവിടെ ജപ്പാനിൽ നിൽപ്പോട്ട്, അല്ലെങ്കിൽ വേറെ ഓസ്ട്രേലിയ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ UK പോയിരിക്കുന്നു. ഇവർക്ക് ഒരു നിലത്ത് തൊടാൻ പറ്റില്ല, യാത്രയായിരിക്കും. ഇത് സത്യമാണിത്. അപ്പൊ ഈ രാശി നമ്മൾ നോക്കുമ്പോൾ ഇത് എല്ലാത്തിലും നമുക്ക് നോക്കാം. എല്ലാ വിഷയങ്ങളും ഇപ്പൊ ഞാൻ ഒരാളുടെ ചോദിക്കുകയാണ്, 4-ാം ഭാവം ശനി നിൽക്കുകയാണ് സ്വക്ഷേത്രനായിട്ട്. താമസ റെയിൽവേയുടെ അടുത്തായിരിക്കും വീട്, റെയിൽവേ ലൈനിന്റെ അടുത്തായിരിക്കും വീട്, അല്ലെങ്കിൽ സമാധി ക്ഷേത്രത്തിന്റെ അടുത്തായിരിക്കും. ആ ഗ്രഹത്തിന്റെ സ്വഭാവം വെച്ചാണ് പറയുന്നത്. 4-ൽ ചന്ദ്രൻ, വീട്ടിന്റെ പുറക് വശം ഒരു വലിയ കുളം കിടപ്പുണ്ടോ, അല്ലെങ്കിൽ ഏല വയല് വാഴത്തോട്ടം ഉണ്ടോ, അവർ പറയും ഉണ്ട്. ജലസാന്നിധ്യം, അതായത് ഒരു ലഗ്നത്തിന്റെ 4-ാം ഭാവം ഒരു ഗ്രഹം നിൽക്കുന്ന ഇത് വെച്ചിട്ട് വീടിന്റെ അടുത്തിരുന്നതുണ്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞു ശനിയുടെ റെയിൽവേ ലൈൻ, ഗുരു നിന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് സഞ്ചാരം, വീട്ടിനടുത്ത് എയർപോർട്ട് കാണും. സർപ്പം നിന്ന് കഴിഞ്ഞാൽ സർപ്പക്കാവ് കാണും, സർപ്പന്റെ സഞ്ചാരം ആ ഏരിയ മുഴുക്കെ. ഒറ്റപ്പെട്ട വീടായിരിക്കും. കുജൻ നിന്ന് കഴിഞ്ഞാൽ ഒരു 3 ട്രാൻസ്ഫോമർ കാണണം വീട്ടിനടുത്ത്. ഇതൊക്കെ നമുക്ക് ഗ്രഹനിലയിൽ ഇതാരും പറയില്ല. ഇത് ഞാൻ നേരത്തെ അവിടെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഒരു ഗ്രഹനില പരിശോധിക്കണമെങ്കിൽ 3 മാസമാവും, 1 വർഷമാവും. ഒരു വ്യക്തിയുടെ 1 വർഷമാവും. സംസാരിച്ചുകൊണ്ടിരിക്കാം, ആ ഗ്രഹനില നോക്കി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം. പൂർവ്വജന്മം, വരും ജന്മം, ഈ ജന്മത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ, വികാസം, എന്തെല്ലാം നടക്കാൻ പോകുന്നു, തിങ്കിങ് ആണ്. അതെല്ലാം നോക്കി പറയാൻ സമയമെടുക്കും. 10 മിനിറ്റ് 20 മിനിറ്റ് ഒന്നും പറയാൻ പറ്റില്ല. ഒരു ഗ്രഹനില പരിശോധിക്കാൻ അരമണിക്കൂറല്ല 1 മണിക്കൂറും പറ്റില്ല. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, 4-ാം ഭാവത്തിന്റെ ഇത്. ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ ജാതക തടസ്സം, വിവാഹം നോക്കിയപ്പോ അമ്മയാണ് തടസ്സം. അമ്മ തടസ്സം എന്ന് വെച്ചാൽ കുട്ടിയുടെ 4-ാം ഭാവത്തിൽ ചൊവ്വയുടെ സ്ഥിതി. നമുക്ക് നേരത്തെ ഒരു ഇത് പറഞ്ഞായിരുന്നു വീഡിയോയില്. 7-ൽ നിന്ന് കഴിഞ്ഞാൽ കുട്ടിയുടെ വിവാഹ തടസ്സം, 8-ൽ നിന്നാൽ കുട്ടിയുടെ വിവാഹ തടസ്സം, 4-ൽ കുജൻ നിന്ന് കഴിഞ്ഞാൽ ഈ 4-ൽ നിൽക്കുന്ന കുജൻ കുട്ടിയുടെ ഭർത്തൃസ്ഥാനം അമ്മ നോക്കിയാണ്. ഒരു വിധവും നടത്താൻ സമ്മതിക്കില്ല. അമ്മയ്ക്ക് ഇഷ്ടപ്പെടണം. അമ്മ എന്ത് തടസ്സം ചെയ്യും? ഭാവി കാര്യങ്ങൾ ചിന്തിച്ച് ലേറ്റാക്കും. ഇത് ഈ ഗ്രഹത്തിന്റെ ഒരു ആധിക്യമാണ്. അപ്പൊ ഇപ്പൊ ഈ നിലരാശി പറഞ്ഞതുപോലെ കുജനൊന്ന് ആഗ്നേയ രാശിക്കാരനാണ്, സൂര്യനും ആഗ്നേയ രാശി, അതായത് അഗ്നി. നിലരാശി എന്ന് പറയുന്നതും കുജനെ പറയും. മലമുകൾ, മലസംബന്ധമായിട്ട് മലകളായിട്ടുള്ള ഹൈ റേഞ്ച് സൂര്യനെ പറയും. ജലം ചന്ദ്രനെ പറയും. രാഹു കേതുക്കളിലെ സർപ്പസാന്നിധ്യം. ശനിയുടെ അത് റെയിൽവേ ലൈൻ, അല്ലെങ്കിൽ മുൾക്കാട് പറയാം, ശനിയുടെ ആധിക്യം, ആ ഒരു സാന്നിധ്യം. ബുധന്റെ പറയുകയാണെങ്കിൽ നഗരം, കുഞ്ഞു കുഞ്ഞു വീടുകൾ ഇരിക്കുന്നില്ലേ നഗരം, എപ്പോഴും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്ന നഗരമാണ് ബുധന്റെ. ഗുരുവിന്റെ ആണെങ്കിൽ അമ്പല ചുറ്റം, അമ്പലത്തിന്റെ പരിസരം. ഒരു വീടിരിക്കുകയാണെങ്കിൽ ചുറ്റും അമ്പലമായിരിക്കും. ഗുരുവിന്റെ സാന്നിധ്യം 4-ല് എയർപോർട്ടിന്റെ അടുത്തായിരിക്കും. പിന്നെ ഓരോ ഗ്രഹത്തിനും ഒരു പ്രത്യേകമാണ്. ഇപ്പൊ നിലരാശി, ജലരാശി, ആകായരാശി, ആഗ്നേയരാശി. ഇത് വന്ന് ഞങ്ങൾ കൂടുതൽ നോക്കുന്നത് ഇപ്പം ഗൾഫിൽ പോകാൻ നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ കുട്ടികളുടെ പഠന വിഷയമായിട്ട് UK പോകാനോ USA പോകാനോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോകാനോ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് അനുകൂലമാണെങ്കിൽ ഞങ്ങൾ പറയും, അയ്യോ എത്രയും പെട്ടെന്ന് അയക്കാം, പഠിച്ച് നന്നായിട്ട് വരും, അല്ലെങ്കിൽ ജോലി സാധ്യത നമുക്ക് അറിയാൻ സാധിക്കും. രാശികളെ പറ്റി ഇത്രയും വിശദമായി നമുക്ക് പറഞ്ഞു തന്ന സാറിന് നന്ദി. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. ABC മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ അവസരമാണിത്. നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി 75 പേജുകളടങ്ങിയ ജാതകം, നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്ന പരിഹാരങ്ങളും ഉൾപ്പെടെ 250 രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുകയോ വിളിക്കുകയോ ചെയ്യുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ
ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.